ഹായ് കൂട്ടുകാരെ, നന്മ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല മഴയും അല്ലേ? അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. നല്ല മഴ പറഞ്ഞാൽ പെരും മഴയൊന്നുമല്ല കേട്ടോ. എന്നാലും ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മഴയൊക്കെ ഇഷ്ടമാവും അല്ലേ? കാരണം എന്താണെന്നറിയോ? പുഴ, കിണർ എല്ലാം നിറഞ്ഞ് ഒഴുകുമ്പോൾ കാണാൻ നല്ല രസമല്ലേ? ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ കുളമൊക്കെ നിറഞ്ഞിട്ട് മീനൊക്കെ ഇങ്ങനെ കൂട്ടോ, മീനൊക്കെ പിടിക്കും. റോഡിൽ കൂടെ ആണ് മീനൊക്കെ പോണത് കാണാം. പിന്നെ പാടത്ത്, പിന്നെ പുഴയൊക്കെ അവിടെ അടുത്തായ കാരണം അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ കാണാൻ രസമാകുന്നു. പിന്നെ നല്ലോണം വെള്ളമൊക്കെ പുഴയിൽ നിറഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പോകും ആളുകൾ പുഴയിലേക്ക്. കാരണം അത്രയും വെള്ളം ഇടവഴിക്കൊക്കെ വന്നിട്ട് കാണാൻ പോകും. ഇപ്പം ഇനി തുടങ്ങണേ ഉള്ളൂ കേട്ടോ. എന്തായാലും മഴ തുടക്കമായിട്ടേ ഉള്ളൂ. എന്തായാലും മഴ കൂടി വരുമ്പോൾ അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പോൾ കൂട്ടുകാർ അങ്ങനെയാവില്ലേ? ഇപ്പം മഴ ഒന്നും ആർക്കും ശല്യമായിട്ടുണ്ടാവില്ല. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും അല്ലേ? പിന്നെന്താ കൂട്ടുകാരെ വിശേഷങ്ങൾ? ഇപ്പോൾ ഒരു വെയിൽ തെറിക്കാൻ അങ്ങനെ കൊതിയാവൂലേ? മഴയത്തൊക്കെ ഒരു വെയിൽ തെറിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും തുണികളിടാനും വിറക് ഉണക്കാനും എന്തൊക്കെ ഒരു പണിയാണ്. മല്ലി മുളക് ഉണക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഞാൻ അമ്മായിയുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി ഭാഗം കാണിക്കാം. അപ്പോൾ ഞാൻ അമ്മായിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ അമ്മായിയുടെ മോള് ഉണ്ട്, അവിടെ കറി വയ്ക്കാൻ പോവാണ്. ചെറിയ ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട്. പിന്നെ അമ്മായി ഉണ്ട് ഇവിടെ. പിന്നെ കുറച്ച് പുളിയൊക്കെ ഒഴിച്ച് അവിടെ തന്നെ ഇട്ട് വെച്ചത് ചെറിയൊരു മീൻ കറി വൈകുന്നേരത്തേക്ക് മാത്രമായിട്ട്. അപ്പോൾ അവിടെ കുറച്ച് തൊട്ട വീട്ടിലാണ്. അപ്പോൾ ഞാനിന്ന് അമ്മായിയുടെ വീട്ടിലാണ് കേട്ടോ. വെറുതെ ചുമ്മാ പോയതാണ്. അച്ഛൻ്റെ 2 പെങ്ങന്മാരാണ് കേട്ടോ. പിന്നെ അച്ഛൻ്റെ പെങ്ങളുടെ ഒരു കുട്ടിയാണ് സ്നേഹ. അപ്പോൾ അവളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് പോയിരിക്കണത്. ഞങ്ങളുടെ ക്യാമറ ഒക്കെ സൂപ്പറാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ആകെ തകിട് പൊടി. സാരില്ല, ക്യാമറമാൻ ഞാൻ തന്നെയാണ്. അപ്പോൾ അത്ര ശരിയായിട്ടില്ലത്. പിന്നെ മീൻ വറുക്കുന്നുണ്ട്. മീനൊക്കെ വറുക്കുന്നുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്, അമ്മായിമാരുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ കാണിക്കാം കേട്ടോ. അവരൊക്കെ ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അവിടെ. അപ്പോൾ മീൻ ഇത്ര 4 മീൻ തന്നെ ഉള്ളൂ. 4 കേട്ടോ, ഒരു 5-6 വറുത്തിട്ടുണ്ട്, വേറെ വറുത്തുണ്ട്. ചോറൊക്കെ കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊക്കെ അങ്ങനെയല്ലേ? വീടിൻ്റെ അടുത്ത് അമ്മായി പറയും ചോറ് കഴിച്ചിട്ട് പോവാ ഷജി എന്ന് പറയും. അപ്പം നമ്മൾ അറിയാതെ അങ്ങോട്ട് ചോറ് കൊണ്ടിട്ടാണ്ട് പോവും. അതാണ് വേണ്ടാന്ന് പറഞ്ഞാലും അവർ കഴിക്കുമ്പോൾ കഴിക്കി പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെയാണ്. ഞാനും അവിടെ സഹായിക്കാനൊക്കെ കൂടിയിട്ടോ, മീൻകറിയൊക്കെ നോക്കാൻ കൂടി. അപ്പോഴേക്കും മോനതാ മീൻകറി നിൽക്കും വേണം വല്യമ്മ പറഞ്ഞപ്പോൾ ഞാനതാ കുറച്ച് കറി അവനും കൊടുത്തു. അപ്പോൾ സ്നേഹയുടെ കറി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ സ്നേഹയുടെ ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ സതീഷ് എന്നാണ് പേര്. അപ്പോൾ സതീഷ് സ്നേഹ വെച്ച കറിയൊക്കെ സൂപ്പറാണ് കേട്ടോ. പിന്നെ ചോറൊക്കെ വിളമ്പി അമ്മായിമാരൊക്കെ ഉണ്ട് ഇവിടെ. 3 അമ്മായിമാരുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടൊക്കെ മീൻകറിയൊക്കെ കൂട്ടി അടിച്ച് പൊളിച്ച് കഴിക്കും. അപ്പം ഞാനും കഴിക്കുന്നുണ്ട്.